ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ലാലേട്ടൻ ഫാൻസിന് എസ്പെഷ്യലി കുറച്ച് ഇഷ്ടം കൂടുതലുള്ള നമ്മുടെ പ്രണവ് മോഹൻലാൽ. ഇപ്പം ഇരുദയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഒരു സ്റ്റാർ എന്ന നിലയിലും പ്രണവ് മോഹൻലാൽ എന്ന പേരിലും ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കൂടി നമ്മൾ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അതിന് ശേഷം. സോ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ആക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാത്രമല്ല, ഇങ്ങനെ വന്നിട്ട് രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ ഓരോ സിനിമ ചെയ്യുന്നതുകൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു പേഴ്സണൽ ലൈഫാണ് അദ്ദേഹത്തിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ന്യൂസും നമ്മൾ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യും. ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള. സോ അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ നെക്സ്റ്റ് മൂവി ഏതാന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഓൾറെഡി പല ഡയറക്ടേഴ്സിന്റെ പേര് വന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. പല ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഏതാണ് ചൂസ് ചെയ്ത് ഏതാ ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല, ഒന്നും അറിയില്ല. എപ്പോഴാണ് ചെയ്യാന്ന് അറിയില്ല. വർഷത്തിൽ ഒരു മൂവി ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിക്ക് ശേഷം ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ ഒരു ഇത്. അപ്പം പല ഇതും റൂമേഴ്സ് പോലെ വന്ന പോലെ ഇപ്പൊ ഒരു റൂമേഴ്സ്, ബട്ട് കുറച്ചും കൂടി ഒരു വിശ്വാസ എന്താ പറയാ വിശ്വാസയോഗ്യമായ ഒരു കാര്യം പോലെ നമ്മൾ എടുത്തു വന്നൊരു ന്യൂസ് ആണ്. നമ്മുടെ ബ്രഹ്മയുഗം ഡയറക്ടർ രാഹുൽ സദാശിവം എന്ന് പറഞ്ഞ ബ്രഹ്മയുഗം ഡയറക്ടറിന്റെ നെക്സ്റ്റ് മൂവിയിൽ, അതൊരു ഹൊറർ ത്രില്ലറിൽ പ്രണവ് മോഹൻലാലാണ് നായകൻ എന്ന രീതിയിലുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇതിൽ പ്രമുഖ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെയുള്ള പല പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടീമിങ് അപ്പ് വിത്ത് രാഹുൽ സദാശിവൻ. പ്രണവിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സൈറ്റഡ് ആണ്, നമുക്ക് ഭയങ്കര താല്പര്യമാണ് കേൾക്കാനും കാണാനും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി നമ്മൾ അത്രത്തോളം വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും അപ്പം ഈ ഒരു ടീം അപ്പ്, അതായത് ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടറുടെ കൂടെ അദ്ദേഹം ഒരു മൂവി വരാനിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴേ തോന്നുകയാണ്. കാരണം ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ മൂവി നമുക്കറിയാം, നമ്മളെ പല കാര്യങ്ങൾ കൊണ്ടും ഗംഭീരമായ ഒരു മൂവി. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഈ ഒരു ജനലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഒരു മൂവിന്ന് ഉൾപ്പെടെ എല്ലാം കൊണ്ടും ഭയങ്കര ശ്രദ്ധ നേടിയ, ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടിയ വിജയ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണ്. അതിന്റെ ഡയറക്ടറുടെ നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മുന്നത്തെ ഭൂതകാലം, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായ മൂവിയാണ്. നമ്മള് OTT വന്നിട്ട് ഭയങ്കര അതും പ്രേക്ഷക പ്രീതി നേടിയ മൂവിയാണ്. ഓക്കെ, എന്തായാലും ഞാനിപ്പം ആകെ ഒന്ന് ഞെട്ടിയത് ഈ രാഹുൽ സദാശിവന്റെ ഫസ്റ്റ് മൂവി റെഡ് റെയിൻ എന്ന് പറഞ്ഞ മൂവി. നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എത്ര പേര് അതിനെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ 2013 ഇറങ്ങിയ മൂവി, എനിക്ക് എത്രയോ വർഷങ്ങൾ മുമ്പ് ഞാൻ കണ്ടാണ് റെഡ് റെയിൻ. ഒരു ഡയറക്ടർ ആരോ ഒന്നും അറിയില്ല. പക്ഷെ 2013 മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി എങ്ങനെ വന്നു, ആര് ചെയ്തു എന്നുള്ളത് അന്ന് മുതലേ ചിന്തിച്ചതാ. കാരണം അത് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ തീരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ജനറായ സയൻസ് ഫിക്ഷൻ പോലെ ഏലിയനൊക്കെ ആ സിനിമയിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്. അതിന്റെ ക്ലൈമാക്സിൽ ഒരു ഏലിയനൊക്കെ കാണിക്കുന്നുണ്ട്. സോ 2013 ആ മൂവി ഈ രാഹുൽ സദാശിവനാണ് ചെയ്തതെന്ന് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് അറിഞ്ഞത്. അത് കേട്ടപ്പോൾ ഓക്കെ, ഭയങ്കരമായിട്ട് കുറച്ചും കൂടി കൂടുതൽ ഒന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് പ്രമുഖം ഭൂതകാലം തന്നെ മതി അദ്ദേഹത്തിന് എന്ന ഡയറക്ടറെ നമുക്ക് അളക്കാൻ. പക്ഷേ ഈ 2013 റെഡ് റെയിൻ പോലത്തെ ഒരു മൂവി, നരൻ നായകനായ മൂവി, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം, ഒറ്റനെ ഒന്ന് പോയി കാണട്ടോ. ആ ടൈമിൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു മൂവി നമുക്ക് സ്വപ്നം കാണാൻ പറ്റാം. ആ അതെടുത്ത അദ്ദേഹത്തിന്റെ മൂവി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിപ്പോ. സോ പ്രണവിന്റെ ഇപ്പം ഏറെക്കുറെ ഉറപ്പിച്ച പോലെയാണ് ഈ ന്യൂസ് വരുന്നത്. അതായത് ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ ചെയ്യാൻ പോകുന്ന മൂവി 40 ദിവസം ഷൂട്ട്, ഓരോ ത്രില്ലറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും ഷൂട്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അത് സത്യസന്ധമായ കാര്യമായിരിക്കും. നമുക്ക് ഒഫീഷ്യലി ഒന്നും അനൗൺസ് ആയിട്ടില്ല ഇപ്പോഴും, ബട്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഈ ന്യൂസ് വരുന്നുണ്ട്. സോ ഉടനെ തന്നെ ഫെബ്രുവരിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ വരണം. സോ ഇത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയി തോന്നുന്ന പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായം എന്താണ്? പ്രണവ് മോഹൻലാൽ ഒരു ഹൊറർ ത്രില്ലറിൽ വരുമ്പോൾ
എനിക്ക് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യയിൽ ഏതിലൊക്കെയുള്ള കുറച്ച് പേടിച്ച് നിൽക്കുന്ന മുഖമാണ് എന്റെ മനസ്സിലേക്ക് ഇത് പറയുമ്പോൾ വരുന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസമാണ് എന്തായാലും, ഒരു ഡൗട്ട് വേണ്ട. അതും ഈ ഡയറക്ടർ ആകുമ്പോൾ ഭയങ്കര പ്രതീക്ഷ കൂടുതലാണ്. സോ നമുക്ക് എന്തായാലും ഒരു പുതിയ ഒരു അപ്ഡേറ്റിനായിട്ട് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഫെബ്രുവരിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു മൂവിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം. സോ ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ആയിട്ട് തോന്നി. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് വന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.